ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ വേദ ശ്രീകാന്തിനെതിരെയുള്ള തെളിവുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തി കൊടുക്കുകയാണ്. അതുപ്രകാരം പ്രതിവാദങ്ങളും അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ശ്രീകാന്ത് തന്നെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിശ്വനെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശ്രീകാന്ത് വേദനെ വെല്ലുവിളിക്കുകയും വേദ ശ്രീകാന്തിനെ നാണം കെടുത്തൊക്കെ ചെയ്യുന്നുണ്ട് കോടതിയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ശ്രീകാന്ത് വീണ്ടും വെല്ലുവിളിക്കുകയാണ്, നീ ഇപ്പോഴും നിൻ്റെ പേരിൻ്റെ കൂടെ വേദ ശങ്കരനാരായണൻ എന്ന് തന്നെയാണ്, അതായത് നീ പണിക്കത്ത് ശങ്കരനാരായണൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ വയറ്റിൽ കണ്ടെത്തേണ്ടിയ മകൻ ഉണ്ടാവാനായിട്ട് ഒരു കണ്ടെത്തേണ്ടിയ ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞങ്ങോട്ട് പോവുകയാണ്. ഇത് കേട്ടിട്ട് മാഷക്ക് ദേഷ്യം വന്നിട്ട് മാഷ് ശ്രീകാന്തിനോട് ഒന്ന് അവിടെ നിൽക്കാൻ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ് മാഷ് എന്താണ് പറയാൻ പോകുന്നതെന്ന്. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് സ്വന്തം ഇഷ്ടത്തിനാണ് ഇങ്ങോട്ട് വന്നത്. ഈ കുട്ടി എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുമോ അത്രയും നാൾ ഈ കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ്റെ ഒരു കുഞ്ഞ് ഈ കുട്ടിയുടെ വയറ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞും ഈ വീട്ടിൽ തന്നെ വളരുമെന്ന് പറയാനായിട്ട് ആദ്യമായിട്ടാണ് മാഷ് നമ്മളെ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അപ്പോൾ ശ്രീകാന്തും ആകെ നാണം കിട്ടുപോകാണ് കേട്ടോ. ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം മാഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിക്രം പോലും വിചാരിക്കുന്നില്ല. അങ്ങനെ ശ്രീകാന്ത് അത് എന്നാൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇത്രയാണ് ഇന്നത്തെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.